ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് ഹരിജ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നന്നേക്കുന്നത് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ നമ്മുടെ പുൽക്കൂടിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇട്ടത്. നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ടും കൊണ്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ കണ്ടോ, നമ്മൾ ഒത്തിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട ഒരു വീഡിയോ ആണ്. ക്രിസ്മസ് പപ്പയാണ്. ഇപ്പം ഡൈ ഒക്കെ ചെയ്ത ആള് കുട്ടപ്പനായിട്ടിരിക്കുവാണ്. ഇത് പൊടി അടിച്ച് ഡൈ ആയതാണ്. എന്നിട്ട് മറ്റേ നമ്മുടെ വീഡിയോ ആണ് പറയാം, നമ്മുടെ കട്ട് ക്രിസ്മസ് പപ്പ ആ വീഡിയോക്കകത്തുണ്ട്. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഒരു പുൽക്കൂടന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ, മറ്റേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ വർഷം ഇട്ടതാണ്. ഇതൊന്നും നമ്മൾ ഇട്ടത് ട്രീ ആണ്. നമ്മൾ കുഞ്ഞു ട്രീ അല്ല, ഇത് കുഞ്ഞത്, അത് വലിയ ട്രീ ആണ്. ഇതിനകത്ത് ലൈറ്റ് വെച്ചുള്ളൊരു സെറ്റപ്പാണ്. ഈ ട്രീയുടെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് രാത്രിയിലൊക്കെ കാണാൻ. പിന്നെ നമ്മളൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഒരു സ്റ്റാർ അല്ല, 2-3 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇത് അതിലൊരു ടൈപ്പാണ്. അതേപോലെ 2-3 ടൈപ്പ് നമ്മൾ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എല്ലാം എടുത്ത് കാണണം. എന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പറ്റാത്തവരെ എടുത്ത് കണ്ട് അതിന്റെ ഭംഗി ആസ്വദിക്കണം. നമുക്ക് അന്നേരം ഇതെങ്ങനെ ചെയ്തെന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മളതിനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എടുത്ത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഒരു ഫ്ലോർ കണക്കാൻ സെറ്റാക്കി എടുക്കാൻ പോകുന്നു. വലുതായിട്ട് നമ്മൾ അതിനോട്ടൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്യാം. മൊത്തം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ ലെങ്ത് ഒത്തിരി കൂടിപ്പോവും കേട്ടോ. നമ്മളിങ്ങനെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതിപ്പോൾ ഒരു വലിയ സൈഡും ഒരു കൊച്ചു സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്ത് നമ്മളിനിപ്പം നമ്മുടെ പുൽക്കൂടിനെ ഇതിനകത്ത് വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നടുക്കായിട്ട് നമുക്ക് ഇതിനെ പൊക്കി വെക്കാനായിട്ട് ഒരു സൈഡ് ഒരു ബോർഡർ കണക്കോ മതിൽ കണക്കോ എന്തിലൊക്കെ ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൈറ്റ് കുറയ്ക്കാൻ പോകണം. ജസ്റ്റ് ഈ വിൻഡോയുടെ ഹൈറ്റിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോകും. ജസ്റ്റ് പെൻസിൽ വെച്ച് മാറ്റി കട്ട് ചെയ്യുകയാണ്. നമുക്കിനി ഇതങ്ങ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ബേസ്മെൻ്റ് ഒക്കെ വെച്ച് ഇത് നോക്കി ബേസ്മെൻറ്റിലൂടെ ഇച്ചിരി പെയിൻറ്റ് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ബലമൊക്കെ കിട്ടും. ബൈൻഡില്ല, എന്നാൽ പിന്നെ ചീത്തയിൽ പോകാതിരിക്കാനും നല്ലതാണ് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ പുൽക്കൂടിന് അടിച്ച അതേ പെയിൻ്റ് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നുണ്ടോ. ഇതിന് നല്ല തടിയുടെ കളറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് അധികം പൈസ ഒന്നും കളയണമെന്ന് വിചാരിച്ച് നമ്മുടെ കൈയുള്ള പെയിൻറ്റ് തന്നെ അടിക്കുവാണ്. നമുക്കിനി പെയിൻറ്റ് അടിക്കുവാണ്. ഇതേ കളർ സെയിം പെയിൻറ്റ് തന്നെയാണ്. സെയിം പെയിൻറ്റ് നമ്മൾ പുൽക്കൂട് അടിച്ച അതേ പെയിൻറ്റ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ഇത് മൊത്തം അടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് കളറൊക്കെ അടിച്ച് കട്ടി ഇട്ടാൻ വേണ്ടിയാണ് കേട്ടോ. മൊത്തം ഉണങ്ങി കാർഡ്ബോർഡിനകത്താണ് നമ്മൾ കളർ അടിച്ചേക്കുന്നത്. നമ്മൾ തീപ്പോടെ മടലിലോട്ട് ഇട്ടിട്ടുണ്ട് സെറ്റ് തീർക്കാനായിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അതുകൊണ്ട് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡിൽ മൊത്തം പെയിൻറ്റ് അടിച്ചിട്ട് തീപ്പോടെ മണ്ട വെച്ച് നമ്മളിപ്പോൾ കുറച്ച് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് കവറാണിത്. നമ്മൾ ഈ വെള്ളം എന്തിനൊക്കെ വീണാലും കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി, കാർബോണിന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ, സാധാ പ്ലാസ്റ്റിക് കവറാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതൊന്ന് ഫെവിക്കോൾ വെച്ച് മറിച്ച് എടുക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് കവർ ഈ കാർഡ്ബോർഡിന്റെ തമ്മിൽ നമ്മൾ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇഷ്ടമുള്ള പക്ഷേ ഒട്ടിക്കാൻ. ഇവിടെ ഇപ്പം നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫെവിക്കോൾ തന്നെയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇനി കാണിച്ചു തരാം. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ മൊത്തം ഒട്ടിച്ചില്ല കേട്ടോ, ഇടയ്ക്ക് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇത് നമുക്ക് പിന്നീട് മടക്കി വെക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വിട്ടേക്കുന്നതെന്ന് വെച്ചാൽ 2 പാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് മണ്ണിലൂടെ കയറ്റി വെച്ചേക്കുന്നേ ഉള്ളൂ. പിന്നെ സൈഡ് മൊത്തം ഒട്ടിച്ച് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം വീണാലൊന്നും കുഴപ്പം വരാതിരിക്കാൻ. ബൈൻഡില്ലേ, അതിനകത്ത് പെയിൻറ്റ് അടിച്ചതുകൊണ്ട് തന്നെയാണ് വെള്ളം വീണാലൊന്നും കുഴപ്പം കാണത്തില്ല. ഇപ്പം മൊത്തം വാട്ടർ പ്രൂഫും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത്ര ആളുകളിൽ ഇരുന്നോളും. ഇപ്പോൾ നമ്മൾ സൈഡിൽ കണ്ടോ ഒരു കമ്പി കണക്ക് വെച്ചിട്ടുണ്ടോ. ജസ്റ്റ് ചുമ്മാ ജോയിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം കമ്പി. എന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഇളക്കി മാറ്റാൻ വേണ്ടിയാണ്. നമ്മൾ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനെ മടക്കാൻ തിരിക്കാൻ നോക്കത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ കമ്പിയും കാര്യങ്ങളും വെച്ചേക്കണ്ട. ജസ്റ്റ് കൊളുത്തി ചെയ്ത് നമ്മുടെ കമ്പി വെച്ചാൽ നമുക്ക് ആ പുൽക്കൂടായിട്ട് ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. പിന്നെ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അതിനുവേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പുൽക്കൂട് വെച്ച് കണ്ടോ ഈ സംഭവം, ഈ കമ്പി വെച്ച് നമുക്ക് ഇങ്ങനെ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. ജസ്റ്റ് സാധാ കമ്പി എടുത്തേക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുന്നോളും.
പിന്നീട് മാറ്റി നോക്കി അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാറുകയും ചെയ്യും. നമുക്ക് മടക്കിയൊക്കെ വെക്കുകയും ചെയ്യാം. ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ കുതിർത്തിട്ടുണ്ട് ക്ലേ കണക്ക്. നമ്മൾ പല വീട്ടിലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ക്ലേ വെച്ച് വരുന്നുണ്ടാക്കുന്നത്. ക്ലേ കണക്ക് വാൾ ഹാങ്ങിങ് എല്ലാം ഉണ്ടാക്കുന്ന നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒത്തിരി സംഭവം ഇട്ടിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി, അന്നേരം അത് കാണാൻ പറ്റും. അതേപോലെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ പുൽക്കൂടിനകത്ത് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് കുതിർത്തെടുത്തതാണ്. കുതിർത്ത് ക്ലേ കണക്കാക്കിയിടുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് സൈഡിലോട്ടൊക്കെ വെക്കുവാണ്. ഒരു കുന്നും കണക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കുന്ന് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ള വിശദമായ വേറെ ഓരോ ഐറ്റംസ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ മതി. അതേപോലെ ന്യൂസ് പേപ്പർ വെച്ച് തന്നെ ക്ലേ പോലെ ചെയ്തിട്ടാണ്. അത് കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഇഷ്ടം പോലെ ആവും. അപ്പം അതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമ്മൾ ഇത്ര പേപ്പർ അടിച്ചെടുത്തിട്ടുണ്ടോ? ജസ്റ്റ് പേപ്പർ ചുമ്മാ ഇട്ടേക്കുവാണ്. ജസ്റ്റ് ചുമ്മാ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചുമ്മാ ഇട്ടേക്കുവാണ്. നമുക്ക് ഇഷ്ടമാണ് ഇടാം. ജസ്റ്റ് പേപ്പർ കുതിർത്ത് നമ്മൾ ചുമ്മാ ഇട്ടത് അങ്ങോട്ട് കിട്ടും. ഇനി അത് നമുക്ക് ഇച്ചിരി വൈറ്റ് സിമെന്റ് അടിച്ചെടുക്കാൻ പോകുന്നത്. കറുവിൽ വൈറ്റ് സിമെന്റ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഏതെങ്കിലും വൈറ്റ് സിമെന്റ് എടുത്താൽ മതി. ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടിക്കുന്നത്. പേപ്പറിൻ്റെ മണ്ടേ മൊത്തം വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് കഴിക്കും കേട്ടോ. നമ്മൾ വൈറ്റ് സിമെന്റ് ഇച്ചിരി വെള്ളം എടുത്ത് മിക്സ് ചെയ്തെടുത്താണ് നമ്മൾ ഇതിനകത്ത് അടിച്ചെടുക്കുവാണ്. നല്ല വൃത്തിക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഫെവിക്കോൾ അടിച്ചിട്ട് നമ്മൾ വൈറ്റ് സിമെന്റ് നമ്മൾ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് നമ്മൾ ഇതാ കുറച്ച് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പഴയ നേരത്തെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പൊടിഞ്ഞൊക്കെ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. ജസ്റ്റ് നമ്മൾ ആ വേസ്റ്റ് സാധനം തന്നെ നമ്മൾ ആരി ഇടുന്നത്. നിങ്ങൾക്കല്ലെങ്കിൽ പുതിയ തെർമോക്കോൾ അടിച്ചിട്ടിട്ടാലും മതി. ഞങ്ങൾ ജസ്റ്റ് തെർമോക്കോളാണ് ഇത് കണ്ട തെർമോക്കോൾ പൊടിച്ചിട്ടതാണ്. ഇപ്പം ജസ്റ്റ് വേസ്റ്റ് വന്ന സാധനമാണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഓരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്നൊക്കെ എടുത്ത് വെക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ വേണമെങ്കിൽ ഇടാം, നിങ്ങൾ ഇഷ്ടം പോലെ. ജസ്റ്റ് ഒരു സ്നോ എഫക്റ്റ് കിട്ടും ഇതിടുമ്പോൾ, അതിന് വേണ്ടിയാണ്. നമുക്ക് ഇതേപോലെ എല്ലാം മൊത്തത്തിൽ നമുക്ക് നമ്മുടെ ഈ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് ഇതേപോലെ സ്നോ പോലെ നമുക്ക് തെർമോക്കോൾ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ വൈറ്റ് സിമെന്റ് അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പശപ്പുണ്ട്, ആ പശപ്പിലും കിട്ടും. ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പശപ്പ് കിട്ടത്തില്ല. നമ്മൾ പിന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വൈറ്റ് സിമെന്റിന്റെ കളറും അതിന് പുറത്ത് ഇതാണ് സ്നോ അടക്കം വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് ഒട്ടുകയും ചെയ്യും. ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല, വൈറ്റ് സിമെന്റിനകത്ത് തന്നെ ഒട്ടിക്കൊള്ളും. ഞങ്ങൾ ഇനി ഇത് മൊത്തത്തിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ബാക്കി വന്ന തെർമോക്കോളാണിത്. അതായത് വൈറ്റ് സിമെന്റോടെ മിക്സ് ചെയ്തത്. നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടില്ല, വൈറ്റ് സിമെന്റും തെർമോക്കോളോടെ മിക്സ് ചെയ്തിട്ടേക്കാണ്. നമ്മൾ ഇതിനെ മണ്ണിലോട്ട് ഇട്ടുവാണ് കേട്ടോ, ഒരു സ്നോ വീഴുന്ന കണക്ക് ഫീൽ കിട്ടാൻ വേണ്ടി. ജസ്റ്റ് പുൽക്കൊണ്ട മണ്ണിലോട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. താഴെ നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ടോ? ജസ്റ്റ് ഇവിടെ വഴിയാണ്. ഇവിടെ നമുക്ക് വേറെ പെയിന്റ് എന്തെങ്കിലും അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്നോ വീഴുന്ന നടക്കാം. വൈറ്റ് സിമെന്റ് അടിച്ചാൽ നമ്മൾ പറന്നു പോകത്തൊന്നുമില്ല, കട്ടിയും കിട്ടും, അവിടെ തന്നെ അങ്ങ് ഇരുന്നു. കണ്ടോ, നമ്മൾ എത്ര ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയോളം വീഡിയോ കിട്ടുമെന്ന് അറിയാൻ വയ്യ. ഒരു സ്നോ വീഴുന്ന എഫക്റ്റ് അടക്കാണ് നമ്മൾ മേൽക്കൊരു ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിയാൻ വയ്യ. നമ്മൾ എത്ര ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് സിമെൻറ്റും തെർമോക്കോളുമാണ് അടിച്ചെടുത്തേക്കുന്നത്. ബാക്കി ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇച്ചിരി സമയം എടുക്കും ഉണങ്ങി വരെ. കേട്ടോ, നമ്മൾ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് ആ സ്നോ പോലെയൊക്കെ ആക്കിയത് മൊത്തം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, സ്നോ എഫക്റ്റ് കിട്ടുന്നുണ്ടോ? നമ്മൾ മേൽക്കൂരയൊക്കെ അടിച്ചാൽ മൊത്തം ഉണങ്ങിയെടുക്കുന്നുണ്ടോ? ഉണങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഉണങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
നമുക്കിനി ഇതിനകത്ത് മണ്ണിട്ട് ഇച്ചിരി പുല്ലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളതിനായിട്ട് ഇവിടെ കുറച്ച് നേരത്തെ അമ്മ അതിനകത്ത് അരി വിത്തും കണ്ടിട്ടുണ്ടെയാണ് അത് മാറ്റി ഇട്ടപ്പം വന്ന ഗ്രോ ബാഗാണ്. നല്ല വളമൊക്കെ ഉണ്ട്. ജസ്റ്റ് ഈ മണ്ണ് തന്നെയാണ് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇത് കാർഡ്ബോർഡാണ് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ജസ്റ്റ് കാർഡ്ബോർഡ് വെച്ചാണ് നമ്മൾ ഇത്ര ഉണ്ടാക്കിയത്, വേറെ ഒന്നുമില്ല. ഇത് നമ്മൾ ന്യൂസ് പേപ്പറാണ്, തെർമോക്കോളാണ്. കേട്ടോ, നമ്മളിങ്ങനെ മണ്ണിട്ടുണ്ട്. നമുക്കിനകത്തിന് ഇപ്പം പോച്ച വെക്കാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിളിച്ച് വരും. അത് തോനെ സമയം എടുക്കുന്നതാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് നോർമൽ ഒരു പോച്ചയാണ് വെക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ ഇപ്പോൾ സൈഡിൽ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇത് ഈ പോച്ചയാണ് നമ്മളിപ്പം വെക്കുന്നത്. ജസ്റ്റ് നോർമൽ പോച്ചയാണ്. നിങ്ങൾക്ക് ഗോതമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളിക്കും. 5 ദിവസമൊക്കെ എടുക്കും, 4-5 ദിവസം എടുക്കും. നമ്മളിപ്പോൾ വീടിപ്പം പെട്ടെന്ന് രണ്ട് കാരണം ഈ പോച്ചയാണ് ഇപ്പം ഇതിനകത്ത് വെക്കാൻ പോകുന്നത്. കണ്ടോ, നമ്മൾ ഈ പോച്ച ഇപ്പം വെക്കുന്നത് ജസ്റ്റ് പതുക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ വരും. കണ്ടോ, വേരും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ജസ്റ്റ് ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ അന്തരേ കളിക്കും. വാടിയും പോത്തില്ല, ഒന്നുമില്ല, ഇൻസ്റ്റൻ്റാണ്. നിങ്ങൾക്ക് ഗോതമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളിക്കും. 5 ദിവസമൊക്കെ എടുക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നോർമൽ പോച്ച, അല്ലെങ്കിൽ നിങ്ങൾ അയ്യത്ത് വയ്ക്കുന്ന പോച്ചൊക്കെ പിച്ച് വെച്ചാലും മതി. ഒരു പച്ചപ്പിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുവാണ്. സാധാ പോച്ച മണ്ണിട്ടെടുത്തെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ്. ചരിച്ചാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അന്നേരം ഒത്തിരി നന്നായിട്ട് അങ്ങ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് പിടിച്ച് കയറിക്കോളും. കണ്ടോ, ചെടിയുടെ ആൾ അവളാട്ടോ. എനിക്ക് ചെടിയുടെ വലിയ പണി അറിയാത്തതുകൊണ്ട് ചെടിയുടെ ആൾ തന്നെ വന്നിട്ടുണ്ട്. ആ സ്നോ എഫക്റ്റ് എങ്ങനെയുണ്ട്, കൊള്ളോ. ജസ്റ്റ് വൈറ്റ് സിമെൻറ്റും തെർമോക്കോള് ന്യൂസ് പേപ്പർ, പിന്നെ ബാക്കിയുള്ളത് മണ്ണ്. ജസ്റ്റ് അത് ന്യൂസ് പേപ്പർ കേട്ടോ. പുൽക്കൂട് മൊത്തം ന്യൂസ് പേപ്പറും കാർഡ്ബോർഡും മാത്രമേ ഉള്ളൂ. കണ്ടോ, നമ്മളിങ്ങനെ പോച്ച മൊത്തത്തിൽ വെച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ ഇതൊന്ന് നൂന്ന് വരാൻ കുറച്ച് സമയം എടുക്കും. നാളെയൊക്കെ ആകുമ്പോഴത്തേന് കറക്റ്റായിട്ട് സെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. കേട്ടോ, നമ്മുടെ പോച്ചയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. ആ സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ടിയായി ഒന്ന് പൊങ്ങി വരണം. ഇത് നമ്മളിപ്പം കുറച്ച് പോച്ച പറിച്ചിട്ടുണ്ട് കേട്ടോ, മുറ്റത്ത് നിന്ന് പറിച്ചതാണ്. ഇത് നമുക്ക് അതിൻ്റെ ബേസ് ആയിട്ട് ഇടാനായിട്ട്, നമ്മുടെ പുൽക്കോണിൻ്റെ ബേസ്മെൻ്റ് ആയിട്ട് ഇടാനാണ്. നമ്മളിതിപ്പോൾ ഏകദേശം ഒരു ദിവസമായി. ഏകദേശം വേരൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ടോ. പോച്ചയായിട്ട് പെട്ടെന്ന് സെറ്റ് ആയി. നിങ്ങൾക്ക് ഗോതമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 4-5 ദിവസം എടുക്കും. അതാണ് നമ്മൾ ജസ്റ്റ് പോച്ച മാത്രം വെച്ച്. നമ്മൾ ഇച്ചിരി ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമ്മളിപ്പം കുറച്ച് തെർമോക്കോളൂടെ ഇതിനകത്ത് ഇടാൻ പോവാണ്. സാധാ തെർമോക്കോളാണ്, ജസ്റ്റ് പൊടിച്ച് ഇതിനകത്തൊരു സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് സ്നോയുടെ ഇത് നമ്മൾ നല്ല വൈറ്റ് സിമെൻറ്റും തെർമോക്കോളും വെച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. ഈ പോച്ചിയുടെ മണ്ണിലൊടിച്ച് വെള്ളം കിട്ടാൻ വേണ്ടി നമ്മൾ തെർമോക്കോൾ ജസ്റ്റ് വേസ്റ്റാണ്, അത് നമ്മൾ പൊടിച്ചിടുകയാണ്. ചുമ്മാ പൊടിച്ചിട്ട് കൊടുക്കണം, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്തിന് ഇപ്പം പോച്ചയുടെ മണ്ണിൽ നമ്മൾ വൈറ്റ് സിമെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പശയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. വൈറ്റ് സിമെന്റിന്റെ അതിന്റെ ചൂടാണ്, അന്നേരം മൊത്തത്തിൽ പോവും. നമ്മളിവിടെ കുറച്ച് പ്രതിമയൊക്കെ എടുത്തിട്ടുണ്ടോ, വെച്ചിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. അകത്തോട്ടൊന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചതാണ്. കഴിഞ്ഞ വർഷം ഇത് ഏകദേശം 10-15 വർഷത്തെ പഴക്കമുണ്ടോ, കണ്ടാ മനസ്സിലാവുന്ന ചെയ്യുന്നുണ്ടോ. കണ്ടോ, ഹരിച്ചക്കാൻ പ്രായമുള്ള സാധനമാണ്. നമ്മൾ പുതിയ മേടിച്ചില്ല, പഴയ തന്നെയാണ്. കണ്ടോ, പെയിന്റ് ഉപയോഗിക്കുന്നുണ്ടോ, എല്ലാം പെയിന്റൊക്കെ പോയിരിക്കുക. പഴയതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിനെ വെച്ചാൽ ലൈറ്റ് ഇല്ലേ ഇടുന്ന, അന്നേരം അറിയത്തൊന്നുമില്ല. 4 വർഷം അടുത്ത് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല.
വരാനുണ്ടെന്ന് നമ്മൾ എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാനിറ്റൈസറിന്റെ കുപ്പിക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ സ്പ്രേ കൊടുക്കുന്നുണ്ട്. വെച്ചതല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേര് പിടിച്ച് വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് വാടാതെ വയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ സ്നോ എഫക്റ്റ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ജസ്റ്റ് ഇത് മൊത്തത്തിൽ സെറ്റായി വരുന്നുള്ളൂ. ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാതിരിക്കും. കണ്ടോ സെറ്റായി വരും മൊത്തത്തിൽ. ഇനി അങ്ങ് മടന്ന് പിടിക്കാം, അന്നേരം നമുക്ക് കട്ട് ചെയ്ത് വിടേണ്ടി വരും. ജസ്റ്റ് നമുക്ക് ടൈം കളയില്ലാത്തത് വെച്ചത് കേട്ടോ. കേട്ടോ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പച്ച കളർ ലൈറ്റാണ്. മിന്നലൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കത്തിക്കുന്ന കണക്ക്. ജസ്റ്റ് നമുക്ക് പുൽക്കൂട് നല്ലതായിരിക്കും. നമ്മൾ പിന്നെ പ്രതിമ എടുത്ത് വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ ആ ലൈറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് തെർമോക്കോളാണ്, ഇതും തെർമോക്കോളാണ്. ഇത് മേടിച്ചതാണ് കേട്ടോ, ഈ മണി മേടിച്ചതാണ്. പിന്നെ അത് ന്യൂസ് പേപ്പറാണ് കേട്ടോ, ബാഗിൽ കിടന്ന ഈ ബോൾ ന്യൂസ് പേപ്പർ വെച്ചുണ്ടാക്കിയതാണ്. നമ്മളിതൊക്കെ ഓരോന്നോരോന്ന് ഇനി ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാത്തിനും പ്രത്യേകം വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇതിനകത്ത് അധികം ഒന്നും ഇടാത്തത് ഇടുന്നിടുന്ന അന്നേരം നമുക്കിങ്ങനെ വീഡിയോ ഇട്ടിടാമെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നുണ്ടോ. ഈ ട്രീ നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ, ജസ്റ്റ് കളർ പേപ്പറാണ്. ക്രിസ്മസ് പോകും ബോട്ടിലാണ് കേട്ടോ, ജസ്റ്റ് ഫിസിൻ്റെ ബോട്ടില്ല. നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും നമ്മുടെ സ്റ്റാറും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിനെക്കാട്ടി മനോഹരമായ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.